Dear student, welcome back to Social Science another class. So today we are taking Social Science second. So we already discussed the previous class Social Science first. So in this class I am taking Social Science second. The first chapter of Social Science second, that is the form of geography. Geography part. The chapter name is The Sun Ultimate Source. The Sun Ultimate Source. സർവവും സൂര്യനാൽ. എല്ലാം സൺ ആസ് ആൻ അൾട്ടിമേറ്റ് സോഴ്സസ് ഓഫ് എനർജി. എല്ലാ എനർജിയുടെ സോഴ്സസും അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ആരാണ്? സൂര്യനാണ്. സൂര്യനിലാണ്. ഭൂമുഖത്ത് നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എനർജിയും സോളാറുമായി അല്ലെങ്കിൽ സൗരോർജമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസ് ഇറ്റ് ട്രൂ? ശരിയാണോ? അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എനർജിയും സോളാർ എനർജിയുമായി ബന്ധപ്പെട്ടതാണോ? ഇസ് ഇറ്റ് ട്രൂ? അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എനർജി സോളാർ എനർജി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതൊന്ന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിൻ്റെ ഇതിൽ പറഞ്ഞു തരാം. നോക്കിയേ, സപ്പോസ് ഐ എം ടോക്കിംഗ് നൗ സംബഡി ആർ ഡൂയിങ് സം അതർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. Understand? So somebody are doing some physical activities. There all we are using energy. അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കും? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എനർജി വേണം. സോ ഐ എം ടോക്കിംഗ് ഹിയർ. സോ ഐ ഓൾസോ വാണ്ട് എനർജി. യെസ് ഓർ നോ? സോ വെർ ഡിഡ് ഐ ഗെറ്റ് എനർജി? വെർ ഡിഡ് വി ഗെറ്റ് എനർജി? ഓക്കെ, എനിക്ക് എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? വെർ ഡിഡ് ഐ ഗെറ്റ് എനർജി? സോ ഐ ഗെറ്റ് എനർജി ഹാവിങ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? എനർജി കിട്ടുന്നുണ്ട്. എനിക്കും മാത്രമല്ല നിങ്ങൾക്കും കൂടി എനർജി കിട്ടുന്നത് എങ്ങനെ? ഫുഡ്. ഹാവിങ് ഫുഡ് നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എനർജി, അപ്പം നമ്മൾ ഈ ഫുഡിന് വേണ്ടി ആരെയാണ് ആശ്രയിക്കുന്നത്? ആരെയായിരിക്കും ആശ്രയിക്കുന്നത്? മൈൻഡ്ലി പ്ലാന്റ്സ്. അല്ലേ? മൈൻഡ്ലായിട്ട് പ്ലാന്റ്സ്. വി ആർ ഡിപ്പെൻഡിങ് ഫോർ ഫുഡ് പ്ലാന്റ്സ്. ഇഫ് ദർ ഈസ് നോ പ്ലാന്റ്സ് ഓൺ ദി എർത്ത് we cannot exist here. Yes or no? So if there is no plant on the earth we cannot exist here. അപ്പോൾ എന്തായാലും നമുക്ക് ആഹാരം വേണമെങ്കിൽ നമ്മൾ എന്തായാലും പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എന്തായാലും ഇതാക്കാൻ പറ്റൂല. എന്തായാലും നമുക്ക് ഓക്സിജൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്ന്. വി ഓൾസോ ഗെറ്റ് ഓക്സിജൻ ഫ്രം പ്ലാന്റ്സ് ഓൾസോ. അപ്പോൾ ഈ പ്ലാന്റ്സും എനർജിയും തമ്മിൽ, സോളാർ എനർജിയും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ട് വന്നത് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സോളാർ എനർജി എന്തായാലും വേണം. അതില്ലാതെ അവരുള്ള ആഹാരം ഫോട്ടോസിന്തസിസിലൂടെ എനർജി ഉപയോഗിച്ച് ഫോട്ടോസിന്തസിലൂടെയാണ് ഈ പ്ലാന്റ്സ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും സോളാർ എനർജി എന്തായാലും വേണം. അപ്പോൾ പ്ലാന്റ്സിന് സോളാർ എനർജി ഇല്ലാതെ എന്താക്കാൻ പറ്റൂല? നിലനിൽക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് മൈൻഡ്ലി ഫോർ വി വാണ്ട് സോളാർ എനർജി ത്രൂ ഔട്ട് ദി ലൈഫ്. അല്ലേ? അപ്പോൾ ലൈഫിൽ നമുക്ക് എന്തായാലും സോളാർ എനർജി, എന്തായാലും സൂര്യന്റെ പ്രകാശം നമുക്കില്ലാതെ എന്തായാലും ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ ദിസ്. സോ സെക്കൻഡ് എക്സാമ്പിൾ, സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ when we want to produce the electricity we want the hydroelectric power station. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്? വാട്ടർഫാൾസിലൂടെ. അതിൽ ടർബൈൻ കറക്കി ഡൈനോമസ് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വാട്ടർഫാൾസ് ഈസ് നാച്ചുറൽ. അപ്പം വാട്ടർഫാൾസ് എന്തായാലും നമുക്ക് എന്തായാലും നാച്ചുറലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വാട്ടർഫാൾസിൽ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നാലും ഡാം വേണമെങ്കിലും നമുക്ക് മെയിനായിട്ട് എന്ത് വേണം? ഈ വാട്ടർഫാൾസ് ഉണ്ടാവാൻ എന്ത് വേണം? എന്തായാലും റെയിൻഫോൾ വേണം. സോ വി വാണ്ട് ദി റെയിൻഫോൾ. അപ്പോൾ റെയിൻഫോൾ ഇല്ലാതെ എന്താവാൻ പറ്റൂല?
വാട്ടർഫാൾസ് ഉണ്ടാവില്ല. എന്തായാലും മഴ നമുക്ക് കിട്ടിയാലേ എന്താവും, വാട്ടർഫാൾസ് എല്ലാം ഉണ്ടാവും അല്ലെ. അപ്പൊ വാട്ടർഫാൾസ് ഉണ്ടാകണമെങ്കിൽ ഇല്ലെങ്കിൽ വാട്ടർഫാൾസ് എന്ന് പറയുന്ന സംഭവമേ നമ്മളെ ലോകത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും മൈനായിട്ട് വി വാണ്ട് ദി റൈൻ ഫാൾസ് ചെയ്യാം. സോ ദാറ്റ്സ് വൈ. അപ്പോൾ ഈ റൈൻ ഫാൾസ് എങ്ങനെയുണ്ടാകുന്നത്, വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ ഇവാപ്പറേഷനിലൂടെ കൂടി അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് ദാറ്റ് മേക്ക് ക്ലൗഡ് സ്വാംസ് ആൻഡ് after the precipitation we get the rain from here. We get the rain from there. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അപ്പോൾ വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ എന്താവുക, ഇവാപ്പറേഷനിൽ കൂടി ആകാശത്തേക്ക് എത്തുക. അവിടുന്ന് അത് എന്തായി മാറുക, ക്ലൗഡ്സ് ഫോംസിൽ മാറുക. അതിലൂടെ പ്രസിപ്പിറ്റേഷൻ്റെ മുകളിൽ മഴ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെയാണ് ഈ വാട്ടർഫാൾസ് അല്ല. അപ്പോൾ ഇവിടെ എന്താണ് പ്രധാനമായിട്ട് വേണ്ടത്, ഈ ഇവാപ്പറേഷൻ എന്ത് വേണം, നമുക്ക് സോളാർ എനർജി വേണ്ടേ. അല്ലാതെ വാട്ടർ ബോഡീസിൽ നിന്ന് മുകളിലേക്ക് എന്ത് പോവില്ല, നീരാവി എന്തായാലും ഇത് മുകളിൽ പോയിട്ട് എന്തായാലും ഇത് മേഘങ്ങളായി ഫോം ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാലും അവിടെയും നമുക്കെന്ത് വേണം, അവിടെയും നമുക്ക് എനർജി വേണം. അതുകൊണ്ട് പറയുന്നത് എന്തെന്ന്, സോ ഓൾ എനർജി ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡഡ് ടു ദി സോളാർ എനർജി. യെസ് ഓർ നോ? So all energy is directly or indirectly dependent to the solar energy. That is why we say the sun is the ultimate sources of energy. Sun is the ultimate sources of energy എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സോളാർ എനർജിന്റെ ഫലമായി എന്താണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത് എന്ന്, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ വന്നത്. പിന്നെ ഒന്ന് അതിന്റെ ഫലമായി അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവുന്നത്, ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ആൻഡ് അത് ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ പറയുന്ന വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ആണ് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇൻ ദി ബിഗിനിങ് ഓഫ് ദി ചാപ്റ്റർ യു ക്യാൻ സീ 2 pictures are given here. So there are 2 pictures are there given here. Look at the above. Look at the map on the screen. It is showing the atmosphere pressures of few cities in the India. Understand? So in the map that is showing the atmospheric temperature of few cities in India. What do you understand about that picture? എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പറഞ്ഞാൽ ഒന്ന് ജൂൺ നിന്നും തന്ന ഒരു ഇന്ത്യൻ്റെ ചിത്രമാണ്. മറ്റേത് പറഞ്ഞാൽ ഡിസംബറിൽ നിന്ന് തന്നത് ചിത്രമാണ്. അപ്പൊ ഇതിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈസ് ദി ടെമ്പറേച്ചർ ദി സെയിം അറ്റ് ദി ഡിഫറെന്റ് പ്ലേസസ് ഓഫ് ദി സെയിം ഡേ? ഒരേ ദിവസത്ത് എല്ലാ പ്രദേശങ്ങളിൽ എന്താകുന്നുണ്ട്, ടെമ്പറേച്ചർ സെയിം ആണോ? നോക്കിയേ, അതിലെ എല്ലാ ടെമ്പറേച്ചർ സെയിം ആണോ? സോ അതിലിപ്പോ നിങ്ങൾ കാണുന്ന ഒരു ചിത്രത്തില് നമുക്ക് ആദ്യം ജൂണിന്റെ എടുക്കാം. ജൂണിന്റെ എടുക്കുമ്പോൾ അതിൽ എല്ലാ ടെമ്പറേച്ചർ, ഇഫ് ദി സെയിം ടെമ്പറേച്ചർ ഇൻ ദി ഓൾ പ്ലേസസ് യു ക്യാൻ സീ കേരള ആൻഡ് ജമ്മു കാശ്മീർ സെയിം ആണോ? ജമ്മു കാശ്മീരിലും കേരളത്തിലും ഒരേ സമയങ്ങളിൽ ഒരേ ടെമ്പറേച്ചർ ആണോ? അല്ല, ഡിഫറൻസ്. ദർ ആർ ഡിഫറൻസ് ഇൻ ദി ടെമ്പറേച്ചർ. സോ ഇൻ കേരള ഹാവിംഗ് 33 degrees Celsius and Jammu Kashmir 25 degrees Celsius is there. Understand? Then next see Madhya Pradesh and Karnataka, there also different ways there. അപ്പോൾ അതേപോലെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഇമേജിൽ പോവാം. അതിൽ കാണുന്നത് ഡിസംബർ 1, 2019 ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിസംബർ 1 മാപ്പും ജൂൺ 1 മാപ്പും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എന്തായാലും നല്ലോണം മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ജമ്മു കാശ്മീരിൽ തന്നെ നോക്കിയാൽ ജൂൺ 1 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്താണ് 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താകുന്നുണ്ട്, അവിടെയും ആ മാറ്റം ഉണ്ടെന്ന്. സോ ദ ടെമ്പറേച്ചർ ഇഫ് ദി അറ്റ്മോസ്ഫിയർ വേരീസ് ഇൻ ദി അക്കോർഡൻസ് വിത്ത് ദി പ്ലേസ് ആൻഡ് ആൾസോ ദ ടെമ്പറേച്ചർ ഇൻ ദി അറ്റ്മോസ്ഫിയർസ് അക്കോർഡൻസ് വിത്ത് ദി പ്ലേസ് with the place and time and season also. With the place and time and season also. അപ്പോൾ ഓരോ കാലം കഴിയുമ്പോഴേക്കും ടെമ്പറേച്ചറിൽ എന്താകുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഹൗ ദി അറ്റ്മോസ്ഫിയർ ബിക്കം ഹോട്ട്?
എങ്ങനെയാണ് ഈ അറ്റ്മോസ്ഫിയർ ചൂടുപിടിക്കുന്നത്? എങ്ങനെയായിരിക്കും? ഹൗ ദ അറ്റ്മോസ്ഫിയർ ബിക്കം ഹോട്ട്? എങ്ങനെയായിരിക്കും അറ്റ്മോസ്ഫിയർ ചൂടുപിടിക്കുന്നത്? അപ്പോൾ വി സിംപ്ലി സേ ദാറ്റ് ഇറ്റ്സ് ഫ്രം ദി സോളാർ എനർജി. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വീഴുന്നത് കൊണ്ടാണ് എന്താകുന്നത്, അറ്റ്മോസ്ഫിയർ ചൂടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതില് അതിന് so that we discuss later. Before that we can use the familiar term that is the insolation. The familiar word insolation. Can you hear the word insolation? Insolation വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാല്? സോ the solar energy reaches the earth in the forms of short waves that we are called insolation. What is insolation? The solar energy reaches the earth in the forms of short waves that we are called insolation. അപ്പോൾ സോളാർ എനർജി എന്താകുന്നത് എർത്തിലേക്ക് ചെറിയ ഹ്രസ്വ തരംഗങ്ങളായി ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നതാണെന്ന് പറയുന്നത് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ വന്ന് പതിക്കുന്നതാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ്? അപ്പോൾ സൺറൈസ് വരെ സൺസെറ്റ് വരെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. The earth surface facing the sun get heated by the flows of the energy with the beginning with the sunrise and the last till at the sunset. The heat is given transferred to the atmosphere from the surface of the earth through the various process. അപ്പോൾ ഈ various പ്രോസസ്സിൽ എന്താണ് അറ്റ്മോസ്ഫിയർ ചൂടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, so the process is one is conduction and second one is the convection and third one is the advection and fourth one terrestrial radiation. ഇത് നാല് ഫോംസ് ആണ് എന്താണ് അറ്റ്മോസ്ഫിയറിനെ ചൂടുപിടിപ്പിക്കുന്ന ആ പ്രോസസ്സിലൂടെ ചൂടുപിടിപ്പിക്കുന്ന പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ ഈസ് കൺവെൻഷൻ and third one advection and terrestrial radiation. So first we discuss conduction. What is conduction? The heat is transferred to that part of the atmosphere to the hot surface of the earth. അപ്പോൾ ഭൂമിയിൽ എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു, സൂര്യപ്രകാശം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൺറൈസ് മുതൽ സൺസെറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയത്ത് സൂര്യന്റെ രശ്മികൾ എങ്ങനെയാണ് സൂര്യരശ്മികൾ വന്നത്? ഹ്രസ്വ തരംഗങ്ങളെ ഷോർട്ട് വേവ്സിൽ. സോ ഇൻ ദി ഷോർട്ട് വേവ്സ് ദ സോളാർ എനർജി കെയിം ടു എർത്ത്. അപ്പോൾ അതിലെന്താകുന്നുണ്ട്? ഭൂമിന്റെ മേൽ ഭാഗം എന്താകുന്നുണ്ട്? പെട്ടെന്ന് ചൂടാകുന്നുണ്ട്. ആ ചൂടായിട്ട് ആ കാറ്റ് പതിയെ അറ്റ്മോസ്ഫിയറിന്റെ അടുത്ത ഭൂമിക്ക് എന്താകുന്നുണ്ട്? ഭൂമിയുടെ കുറച്ച് മുകളിലായി വരുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ആ ചൂട് കാണുന്നില്ലേ നിങ്ങൾക്ക് മുകളിൽ പൊങ്ങി വരുന്നത്? സോ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദി പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ഓഫ് ദി hot surface of the earth. That we are called, that process we are called conduction. And next is convection. Convection means you can see the picture there. The heated air expand to the rise up. അപ്പോൾ എന്താകുന്നുണ്ട്? ആ എയർ ഭൂമിന്റെ അടുത്ത താഴത്തെ നിലയിലുള്ള ആ ഇത് ചൂടുകാറ്റ് എന്താകുന്നുണ്ട്? കാറ്റിന്റെ സഹായത്തോടെ പൊന്തി മുകളിലേക്ക് പോകുന്നതാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. സോ ദ heated air expands and rises up. That process we are called convection. And the next one is the advection. Advection means horizontal transfer of the heat by the wind. അപ്പോൾ എന്താകുന്നുണ്ട്? ഈ ചൂടായ കാറ്റിലൂടെ ഇത് എന്താകുന്നുണ്ട്? സമതലമായി ഭൂമിയിൽ ചുറ്റിക്കിടക്കുന്ന ഇതാണ് പറയുന്നത് advection. Horizontal transfer of heat by the wind. കാറ്റിന്റെ സഹായത്തോടെ ഈ ചൂടുവായു എന്താകുന്നുണ്ട്? ഭൂമിയുടെ സമതല രേഖയിൽ പടരുന്നതാണെന്ന് പറയുന്നത് advection. Next is terrestrial radiation. Terrestrial radiation means heat is transferred from the forms of the earth of the outer space in the form of long waves. അപ്പം എന്താണെന്നുണ്ട്? ഭൂമിയിലേക്ക് വന്ന് സോളാർ എനർജി വന്ന് പതിക്കുന്ന സോളാർ എനർജി ഇത് അപ്പം
നമ്മൾ നേരത്തെ പഠിച്ചത് എന്തെന്ന് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തരംഗങ്ങളായി ഹ്രസ്വ തരംഗങ്ങളായി ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന ഷോർട്ട് വേവ്സ് ആണ് ഇൻസുലേഷൻ. പക്ഷെ ടെറസ്ട്രിയൽ റേഡിയേഷൻ പറഞ്ഞാൽ ലോങ് വേവ്സ്, ഈ ഭൂമിയിൽ വന്ന് പതിക്കുന്ന വേവ്സ് ലോങ് വേവ്സിൽ കൂടി എന്താവുന്ന ഭൂമിന്റെ മുകളിലേക്ക് വന്ന് കയറിപ്പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറയുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ ഇത് എന്തായി കൂടുതലും മനസ്സിലാക്കി വെക്കണം. സോ യു സ്റ്റഡി. സോ സി ദാറ്റ് ദ സോളാർ എനർജി റീച്ചസ് ദി എർത്ത് ഇൻ ദി ഫോംസ് ഓഫ് ഷോർട്ട് വേവ്സ് ദാറ്റ് വി ആർ കോൾഡ് insolation, and the re-radiation of energy of the surface of the earth back to outer space of the long waves, it is called a terrestrial radiation. അപ്പോൾ ചെറിയ ഹ്രസ്വ തരംഗങ്ങളായി ഭൂമിയിൽ വന്ന് പതിക്കുന്ന വേവ്സിനെ പറയുന്നത് ഇൻസുലേഷനും, അത് കഴിഞ്ഞ് ഈ തരംഗങ്ങൾ ഭൂമിയിൽ വന്ന് പതിച്ച് മുകളിലേക്ക് ദീർഘ തരംഗങ്ങളായി മുകളിലെ ശൂന്യാകാശത്തേക്ക് പോയി ചെന്ന് എന്നാണ് പറയുന്നത് ടെറസ്ട്രിയൽ radiation. So we studied the process of heat transfer of 4 types. So in these 3 process is done in the daytime. In the daytime it is done. Why done in daytime? എന്തുകൊണ്ടായിരിക്കും ഇത് ഡേ ടൈമിൽ ഉണ്ടാകുന്ന ആ 3 പ്രോസസ്സ്? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചൊന്ന്. സോ വി ഗെറ്റ് ദി സോളാർ എനർജി ഫ്രം ദി സൺറൈസ് ടു സൺസെറ്റ്. സൺറൈസ് മുതൽ സൺസെറ്റ് വരെ നമുക്ക് എന്തൊന്ന് ലഭിക്കുന്നുണ്ട്? സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന്. അപ്പൊ ഈ 3 പ്രോസസ്സ് ആ ടൈമിലാണ് നടക്കുന്നത്. മീൻസ് ചൂടായ ഭൂമിയിൽ നിന്ന് വായു മേലിൽ പതിക്കുകയും പിന്നെ കാറ്റിന്റെ സഹായത്തോടെ സ്പ്രെഡ് ചെയ്യുകയും അതെല്ലാം സംഭവിക്കുന്നത് പകൽ സമയങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഡേ ടൈമിലും. ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഇറ്റ് ഈസ് ഡൺ ഇൻ നൈറ്റ്സ്. സോ രാത്രി കാലങ്ങളിലാണ് ഇത് നടക്കുന്നത്, ടെറസ്ട്രിയൽ റേഡിയേഷൻ നടക്കുന്നത്. അപ്പൊ ഡിഫറൻസസ് മനസ്സിലായല്ലോ, ഇൻസുലേഷനും insulation and terrestrial radiation. You can understand now. Then next, so after that, next we can study heat budget. Heat budget. You familiar with no budget? What is budget? എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? സോ ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പം നമ്മളുടെ വരവും ചെലവും തുല്യ വന്നാൽ എന്താവും? അതിന് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് നമ്മളെ ചെലവിനേക്കാളും കൂടുതൽ വരുമാനേക്കാളും കൂടുതൽ ചെലവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് ചെലവ് ചെയ്യാൻ പറ്റുന്നത്. അതിനേക്കാളും കൂടുതൽ ചെലവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലെ അപ്പോൾ ഇതിൽ പറയുന്ന പറഞ്ഞാൽ നമ്മളുടെ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് തമ്മിലുള്ള ബാലൻസിനെയാണ് പറയുന്നത് ഹീറ്റ് ബഡ്ജറ്റ് എന്ന്. അപ്പോൾ ദ ബാലൻസസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ that we are called a heat budget. So here one picture is given. Let's see. So in the picture we consider the total amount of insulation reaching the outer surface of the atmosphere 100 units. So the 100 units solar energy we get, we consider that, and in the 100 units about 35 units, you can see that 35 units that of energy reflected back by the atmosphere. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 100 യൂണിറ്റ്സിലാണ് സോളാർ എനർജിനെ കണക്കാക്കി ഇൻസുലേഷനെ കണക്കാക്കിയിട്ടുള്ളത് ഭൂമിയിൽ 10. അതിൽ 35% എന്താണെന്ന് അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്താണ് പ്രതിഫലിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട്. സോ the 35 units of energy that is reflected by the atmosphere and that amount reflected on the surface and energy reaching the atmosphere of the surface 51 യൂണിറ്റ്സ്. അപ്പോൾ ബാക്കിയുള്ള 51 യൂണിറ്റ്സ് ആണ് ഇവിടെ ഭൂമിയിലേക്ക് വന്ന് 10. അതിൽ സോ ദ എനർജി ഹെൽഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ യൂണിറ്റ്സ് 14 യൂണിറ്റ്സ്. അപ്പൊ 14 യൂണിറ്റ്സ് എന്താകുന്നുണ്ട്? അതിൽ തന്നെ അറ്റ്മോസ്ഫിയറിൽ തന്നെ
ഇതാകുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ നമ്മളെ മേഘങ്ങളും പൊടിക്കണങ്ങളെല്ലാം കാണുന്നില്ലേ, അതിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. അതിനാണ് പറയുന്നത് ആ 40 യൂണിറ്റ്സ് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള 51 യൂണിറ്റ്സ് ആണ് ഇവിടെ വന്നത് നമുക്ക് ഭൂമിയിലേക്ക് വന്ന് പതിയുന്നത് എന്നാ പറയുന്നത്. അപ്പോൾ ഇത് ഇൻസുലേഷന്റെ കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ you can see there now. So there direct terrestrial radiation is 17 units and the radiation of the atmosphere 48 യൂണിറ്റ്സ്. അപ്പോൾ ആദ്യം 35% മുകളിൽ തന്നെ ആകാശത്ത് തന്നെ പ്രതിഫലിച്ചിട്ട് വീണ്ടും ആകാശത്ത് തന്നെ പോകുന്നുണ്ട്. ബാക്കിയുള്ള 65% ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ അതിൽ 17% എന്താകുന്നുണ്ട് തിരിച്ച് മുകളിലേക്ക് ടെറസ്ട്രിയൽ റേഡിയേഷനുമായതായിട്ട് ദീർഘതരംഗങ്ങളായി നിങ്ങൾക്ക് കാണുന്നില്ലേ, ദീർഘതരംഗങ്ങളായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അതിൽ ബാക്കി നെക്സ്റ്റ് വരുന്ന യൂണിറ്റ്സ് എന്താണ് അറ്റ്മോസ്ഫിയറിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂട്ടുമ്പോൾ എന്തായിരുന്നു ഇൻസുലേഷന് 65 യൂണിറ്റ്സും ടെറസ്ട്രിയൽ റേഡിയേഷന് 65 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് മൊത്തം ഇത് എന്താ രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ ഒന്ന് ദ ബാലൻസ് ബിറ്റ്വീൻ ദി ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ദാറ്റ് ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ്. അണ്ടർസ്റ്റാൻഡ് നോ ദിസ്? Okay, next is temperature. What is temperature? എന്തായിരിക്കും temperature എന്ന് പറഞ്ഞാൽ? So the degree of the hotness of the atmosphere, that we are called temperature. അപ്പൊ അന്തരീക്ഷത്തെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് എന്തെന്ന് നമ്മളെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ the temperature is the degree of the hotness of the atmosphere. So in the weather in the meteorologist they are considered in this 2 p.m. after 2 p.m. measured as the maximum temperature. Understand? So the meteorologists they considered that the maximum temperature we get from 2 p.m. എന്തുകൊണ്ടായിരിക്കും ഈ 2 മണിക്ക് ഉച്ചക്ക് 2 മണിക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ചൂട് കൂടുതൽ കിട്ടുന്നത്, മാക്സിമം ടെമ്പറേച്ചർ കിട്ടുന്നത് അപ്പം 2 PM പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? വൈ? So in the at that time the sun go to the up and we get the vertical solar energy. അപ്പോൾ സോളാർ എനർജി വെർട്ടിക്കൽ ആയിട്ട് നേരെ ഭൂമിക്ക് വന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് എന്താണ് ഉച്ച സമയത്തിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നത്. അപ്പം മിനിമം ടെമ്പറേച്ചർ എപ്പോഴായിരിക്കും നമുക്ക് ലഭിക്കുന്നത്? It is just before the sunrise. We get the minimum temperature. അപ്പം എന്താകുന്നുണ്ട് സൂര്യന്റെ പ്രകാശം ഇതെന്താകുന്നുണ്ട് അതിൽ വളവ് വരുന്നുണ്ട്, കുറച്ച് ചെരിഞ്ഞാണ് വീഴുന്നത്, ഭൂമിയിലേക്ക് വന്ന് പ്രതിഫലിച്ച് ചെരിഞ്ഞ് വീഴുന്നത് കൊണ്ട് നമ്മൾക്ക് ആ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് സൂര്യപ്രകാശം കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് മിനിമം സൺറൈസിന്റെ കുറച്ച് തൊട്ട് മുമ്പുള്ള സമയമാണ് മിനിമം ടെമ്പറേച്ചർ കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കുക. സോ മാക്സിമം ടെമ്പറേച്ചർ when we get the maximum temperature and when we get the minimum temperature. So maximum temperature 2 p.m. and minimum temperature just before the sunrise. Understand? So the differences between the maximum and minimum temperature of the day is called diurnal range of temperature. What are the differences between maximum and minimum temperature of the day called diurnal temperature. So you can see there one equation is given there that's why we find out the diurnal temperature. So the equation is diurnal temperature equal to maximum temperature of the day minus minimum temperature of the day. In this equation we find out the diurnal temperature. Understand? Also next the average temperature of a day termed as a daily mean of temperature. So the average temperature of the day is termed as daily mean of temperature. So here also one equation is there.
See, the daily mean of temperature is equal to maximum temperature of the day plus minimum temperature of the day divided by 2. In this way we find out the daily mean of temperature. And which instrument we used for measure temperature? Temperature ഇത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? Thermometer. Thermometer is the used the instrument to measure the temperature. So children, here given one picture, see that that picture is given there. It is the map of India. No. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് കാണപ്പെടാ? കുറേ ലൈൻസ് കാണപ്പെടാം അല്ലേ? You can see the smooth curved lines connecting the places having equal temperature. Yes or no? There is equal temperature is there, and this is the method represented of the distribution of the temperature in maps. So the imaginary lines connected place having equal temperature, that we are called isotherms. അപ്പോൾ എന്തെന്ന് പറയുന്നത്, സമുദ്രത്തിൻ്റെ അളവിൽ നിന്ന് ഒരേ അളവിൽ വരുന്ന ഉഷ്ണത്തിന് ഇത് ഈക്വൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ജോയിൻ ചെയ്യുന്ന ഒരു രേഖയാണ്, ഇമാജിനറി ലൈനാണ് എന്ന് പറയുന്നത്. ഐസോതെർമ് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. ഇത് കണക്ടിങ് ദി പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആർ കോൾഡ് isotherms, that we are called isotherms. And next we can see which are the factors that influencing the distribution of a temperature. അപ്പോൾ ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഈ ടെമ്പറേച്ചറിന്റെ ഭാഗമായിട്ടുള്ളത്? ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ is the latitude. Here see the one picture is there. So the region receives, so the region, so here the picture is there. So the region receives more energy as the sun rays are almost vertical. So see there, some places get almost vertical. അപ്പോൾ ചില സ്ഥലങ്ങളിൽ സൂര്യൻ്റെ രശ്മികൾ ലംബമായി പതിയുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഭൂമിക്ക്. അപ്പോൾ അവിടെ ചൂട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷെ ഇത് പോൾസിലേക്ക് എത്തുമ്പോൾ എന്താകുന്നുണ്ട്? ചെരിവ് വരുന്നുണ്ട്. അപ്പോൾ the angles sides of the sun rays become more inclined on the approaching the poles. So there occurs more energy losses of the sun's rays to travel more through atmospheres. So owing the inclinations there. Understand? അപ്പോൾ പോളിലേക്ക് എത്തുമ്പോൾ ഈ ഇതിലെ രശ്മികൾക്ക് ചെരിവ് വരുന്നതുകൊണ്ട് അവിടെ ചൂട് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഇസ് latitude, and next is altitude, ഉയരം. So so the temperature is comparatively low places situated much above the sea level. അപ്പോൾ സീ ലെവലിൽ എന്തായിരിക്കും? സീ വേ ലെവലിനേക്കാളും കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ എപ്പോൾ എന്തായിരിക്കും? ചൂട് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. So the temperature is comparatively low at the places situated much above the sea level. So you already studied in the previous class, temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. അപ്പം ട്രോപ്പോസ്ഫിയറിന്റെ ഓരോ ഇതിൽ വരുന്നത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. 165 മീറ്റർ ഉയരം കൂടുന്നതാണൊക്കെ 1 ഡിഗ്രി സെൽഷ്യസ് അളവിൽ കുറവ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു മലന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ദിസ്, so I can see there one picture is given there. So you can find out the A's value. അപ്പോൾ Aന്റെ അവിടെ എത്രയാണ് ഇത് ചൂടുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കണ്ടുപിടിക്കണം. സോ സി ദ കാൽക്കുലേറ്റ് ദി അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ അറ്റ് ദി പ്ലേസ് ഓഫ് മാർക്ക്ഡ് എ ഇൻ ദി ഡയഗ്രാം. സോ അസ്യൂമിങ് ദി സീ ലെവൽ ടെമ്പറേച്ചർ ഇസ് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ അത് വി ഫൈൻഡ് ഔട്ട് 1650 ഉയരമാണ് ഉള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം? 165 കൊണ്ട് ഡിവൈഡഡ് ചെയ്തിട്ട്
ഡിവൈഡഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും അല്ലേ? 10 കിട്ടിയാൽ 30 കൊണ്ട് 30 they are already given assuming sea level temperature is 30 degree Celsius. So you minus it, 30 degree minus 10, you get the 20 is the answer. Understand? No. So the second point of the factors influencing distribution of temperature is the altitude, and the third one is the nearness of ocean. അപ്പോൾ സമുദ്ര സാമീപ്യമുള്ള പ്രദേശത്തും കൂടി എന്താകുന്നുണ്ട്? ചൂട് കുറവായിരിക്കും എന്നാ പറയുന്നത്. സോ ദർ ഇസ് വൺ ടേബിൾ ഈസ് ഗിവൺ ദർ. See there. So see there, the diurnal range of temperature is very high from for Delhi and Bangalore, whereas it follows Thiruvananthapuram and Goa. അപ്പോൾ ഗോവയിലും ഇവിടെയും എന്താണെന്ന് ചൂട് ടെമ്പറേച്ചർ ഡയറൂണൽ ടെമ്പറേച്ചർ എന്നൊന്ന് കുറവ് കാണിക്കുന്നുണ്ട് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? വൈ? So the range of the temperature will be high at the place from the sea level and vice versa. എന്താവും? തിരുവനന്തപുരം ഗോവ എന്ന് പറയുന്നത് കടൽ തീരങ്ങളിൽ അടുത്തായി വരുന്ന പ്രദേശമാണ്, സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എന്താണ്? ചൂട് കുറവായിരിക്കും. ബാംഗ്ലൂർ, ഡൽഹി പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ്റെ നടുവിലായിട്ട് പറഞ്ഞാൽ കടലിൽ നിന്നും കുറേ ദൂരമുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് അവിടെ ചൂട് കൂടാനുള്ള ഉള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ റിമൈൻ മോഡറേറ്റ് അറ്റ് ദി പ്ലേസസ് ഓഫ് ക്ലോസ് ടു സീ, ആൻഡ് ദിസ് ബിക്കോസ് ഓഫ് ദി ഹീറ്റിംഗ് ഓഫ് ദി ലാൻഡ് കോസസ് വിൻഡ് to blow from sea to land, and cooling of land causes wind to blow from land to sea. മനസ്സിലായോ? അപ്പോൾ രാത്രി കാലങ്ങളിൽ പകൽ കാലങ്ങളിൽ ഭൂമി കൂടുതൽ ചൂടാകുന്നുണ്ട്, കടലിൽ നിന്ന് കാറ്റ് കരയിലേക്ക് വീശുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഭൂമി തണിയുമ്പോൾ എന്താകുന്നുണ്ട്? കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ എപ്പോഴും തണുപ്പായിരിക്കാൻ, തണുപ്പല്ല ചൂട് കുറവായിരിക്കാൻ കാരണം അതാണെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഇത്രയാണ് നിയർനെസ് ഓഫ് ഓഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വിൻഡ്. So the warm wind and cold wind can respectively rise or lower than temperature of the places through the which they passes. അപ്പോൾ ഈ എന്താണ് വാം വിൻഡും കോൾഡ് വിൻഡും ഓരോരോ പ്രദേശത്തിൻ്റെ അതിൻ്റെ രീതിയിലായിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇത്രയാണ് ദ പ്രോസസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് temperature. Understand? No? So in this chapter first we studied what insolation, then we studied process of heat transferred in the atmosphere. There is 4 processes there. One is conduction, convection, advection and terrestrial radiation. Conduction, convection, advection are done in daytime, and terrestrial radiation is done in night. And next we studied heat budget, the balance between insolation and terrestrial radiation, that we are called heat budget. Then we next studied temperature, the degree of hotness of the atmosphere, that we are called atmosphere. And then next we studied diurnal range of temperature and daily mean of temperature, the differences between maximum and minimum temperature of the day, that we are called diurnal temperature, and the average temperature of the day termed as the daily mean of temperature. And the next we studied isotherms, the imaginary lines that connecting the places having equal atmospheric temperature, that we are called isotherms. And next we studied factors influencing the distribution of temperature, that is latitude, altitude, nearness of oceans and winds. These are the 4 factors of the distributions of temperature. So in the next class we want to study the global distribution of temperature and that reasons. അപ്പോൾ അതിനുള്ള കാരണങ്ങളും അതിനുള്ള എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.